എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ. ഞാനിന്നിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സെറ്റ് ഹിന്ദിയുടെ ഹിന്ദി പേപ്പർ പാർട്ട് 2 അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹിന്ദി സാഹിത്യത്തെക്കുറിച്ച് ആദ്യം ഒന്ന് സൂചിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോരാം. ഹിന്ദി സാഹിത്യം എന്ന് പറയുന്നത് അതിബൃഹത്തായ ഒരു സാഹിത്യ ശാഖയാണ്. അപ്പോൾ നമ്മൾ എവിടം മുതൽ എവിടം വരെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പല പല ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യകാലം മുതൽ ആധുനിക കാലം വരെ ഉള്ള ഭാഗമാണ് ഹിന്ദി സാഹിത്യം. അപ്പോൾ നമുക്കിവിടെ 6 യൂണിറ്റുകളും ഓരോ യൂണിറ്റിൽ പല പല മൊഡ്യൂൾസും ഉണ്ട്. അപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ച്, അതായത് ഡിസ്കോഴ്സുകളെക്കുറിച്ച്, പ്രോക്തികളെക്കുറിച്ചാണ് ആദ്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാഹിത്യത്തിൻ്റെ ശാഖകളാണ് കവിത, ഗദ്യം, പദ്യം, കഥ, നോവൽ. ഇവയെല്ലാം ഇതിൻ്റെ ഡിസ്കോഴ്സുകളാണ്, പ്രോക്തികളാണ്. ഇനി എടുത്തു പറയേണ്ട നാടക സാഹിത്യവും, നാടകം മറ്റൊരു ഡിസ്കോഴ്സാണ്. അപ്പം ഞാൻ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തപ്പോൾ അതിൽ നാടക സാഹിത്യത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നിരിക്കുന്നതായി കണ്ടു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദികാല സാഹിത്യം, ഹിന്ദി സാഹിത്യത്തെ ആദികാലമെന്നും ഭക്തികാലമെന്നും രീതികാലമെന്നും ആധുനിക കാലമെന്നും 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യകാലം ആരംഭിക്കുന്നത് ഈസ്വി ക്രിസ്തുവർഷം 600-ലാണ്. 600 മുതൽ 1400 വരെയാണ് ആദ്യകാലം. തുടർന്ന് വരുന്നത് ഭക്തികാലമാണ്. 1400 മുതൽ 1700 വരെയുള്ളതാണ് ഭക്തികാലം. 1700 മുതൽ 1900 വരെ വരുന്നത് രീതികാലമാണ്. 1900-ന് ശേഷം ഇപ്പോൾ വരെയുള്ളത് അതാണ് ആധുനിക കാലം. ഈ വലിയൊരു മേഖലകളിലായിട്ട് ഹിന്ദി സാഹിത്യം വികസിച്ച് കിടക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അതിബൃഹത്തായ ഒരു സാഹിത്യ ശാഖയാണ് ഹിന്ദി എന്നത്. അതിലെ ഒരു വിഭാഗമാണ് നാടക സാഹിത്യം. നാടക സാഹിത്യത്തിലെ ഏതാനും ചോദ്യപേപ്പറുകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കിനി കഴിഞ്ഞ കുറേ തവണകളായി വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നാടക സാഹിത്യത്തിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. अब हम देखेंगे पहला सवाल, जयशंकर प्रसाद के किस नाटक को नारी जागरण का महाकाव्य कहा जा सकता है? ജയശങ്കർ പ്രസാദിൻ്റെ ഏത് നാടകത്തെയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മഹാകാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? സവാൽ കാ മത്ലബ് യഹ് ഹൈ, ജയശങ്കർ പ്രസാദിൻ്റെ ഏത് നാടകത്തെയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്? उनके लिए 4 विकल्प दिया है. विकल्प माने क्या है? ऑप्शन. 4 ऑप्शन दिया है. पहला ऑप्शन है चंद्रगुप्त, दूसरा है स्कंदगुप्त, तीसरा है जन्मेजय का नागयज्ञ और 14 है ध्रुव सामिनी. अब देखो इसका आंसर क्या होगा? स्त्री नारी जागरण का महाकाव्य क्या है? आंसर है ध्रुव सामिनी. ध्रुव सामिनी को जयशंकर प्रसाद के നാരി ജാഗരൺ കാ മഹാകാവ്യ കഹാ ജാ സക്താ ഹൈ. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യകാല നാടകകൃത്തുക്കളിൽ ഒരാളാണ് ജയശങ്കർ പ്രസാദ്. ജയശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ പ്രധാന മഹാകാവ്യം എന്ന് പറയുന്ന കാമായനിയാണ്. ഏത് ഹിന്ദി വിദ്യാർത്ഥിയുടെ മനസ്സിലേക്കും കാമായനി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കഥാപാത്രങ്ങളായ മനു, ശ്രദ്ധ ഇവരെല്ലാം ഓടി വരുന്നുണ്ട്. അപ്പം ജയശങ്കർ പ്രസാദ് ധ്രുവസാമിനി എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശത്തെയും സഹൃദയ മനസ്സിലേക്ക് നിറച്ചു കൊടുത്തിരിക്കുകയാണ്. ധ്രുവസാമിനി എന്ന കഥാപാത്രത്തിലൂടെയാണ് ജയശങ്കർ പ്രസാദ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ഓരോ വായനക്കാരുടെ, ഓരോ സഹൃദയ ഹൃദയങ്ങളിലേക്ക് വാരി വിതറിക്കൊടുത്തിരിക്കുന്നത്. इस क्वेश्चन का आंसर है ध्रुव सामिनी.
जयशंकर प्रसाद के ध्रुव सामिनी नामक नाटक को नारी जागरण का महाकाव्य कहा जा सकता है। क्लियर हो गया क्या? क्लियर है ना? നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, दूसरा सवाल यह है, भारतेंदु द्वारा शेक्सपियर की कृति मर्चेंट ऑफ वेनिस का रूपांतरण किस नाम से किया गया है? यह रूपांतरण शब्द का अर्थ क्या हो सकता है? रूपांतरण, ट्रांसफॉर्मेशन, കൺവെർഷൻ. ഷേക്സ്പിയറിനെ കുറിച്ച് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ? ഷേക്സ്പിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് മർച്ചന്റ് ഓഫ് വെനീസ്. അതിനെ ഏത് പേരിലാണ് भारतेंदु हरिश्चंद्र परिभाषाപ്പെടുത്തിയിരിക്കുന്നത്? देखो विकल्प, पहला है कर्पूर मंजरी, दूसरा है दुर्लभ बिंदु, तीसरा है सत्य हरिश्चंद्र और चौथा है सती प्रताप. इसका आंसर क्या होगा? दुर्लभ बिंदु. वही है आंसर. देखो, भारतेंदु द्वारा शेक्सपियर की कृति मर्चेंट ऑफ वेनिस का रूपांतरण दुर्लभ बिंदु नामक से किया है. समझे? क्लियर हो गया? अब हम तीसरा सवाल देखेंगे. अकर्म क्रिया, अकर्म क्रिया किस विधा की रचना है? अकर्म क्रिया किस विधा की रचना है? अब ऑप्शन देखें. ऑप्शन ए नाटक, ऑप्शन बी रेखाचित्र, ऑप्शन सी आत्मकथा, ऑप्शन डी है कहानी. अकर्म क्रिया इनमें कौन सी विधा की साहित्य है, रचना है? सोचने की कोई बात नहीं है, आंसर जल्दी बता सकता है. ये तो नाटक है, नाटक. अकर्म क्रिया नाटक है, उसका कहानीकार स्वाति विजय है. वो भी स्त्री शक्तिकरण के मुख्य काम करता है, वो ही प्रवर्तक है स्त्री शक्तिकरण का. वो जिंदा है, अभी जिंदा है वो. तो देखो, अकर्म क्रिया नाटक है, उसका लेखिका है, एकांकीकार है, नाटककार है स्वाति विजय. अब हम चौथा सवाल देखेंगे. सबसे उदास कविता नाटक के रचनाकार कौन है? सबसे उदास कविता, ये कविता नहीं है, नाटक है. सबसे उदास कविता ഇതൊരു നാടകമാണ്. ആ നാടകത്തിന്റെ രചനാക്കാർ, നാടകകൃത്ത് ആരാണ് എന്നാണ് ചോദ്യം. अब देखिए, विकल्प ए, ऑप्शन ए शरद जोशी, विकल्प बी यानी ऑप्शन बी है नरेंद्र मोहन, ऑप्शन सी कृष्ण बलदेव, ऑप्शन डी है स्वदेश दीपक. इसका आंसर है स्वदेश दीपक. सबसे उदास कविता नाटक के रचनाकार कौन है? ये नाटक स्वदेश दीपक का है. स्वदेश दीपक का नाटक है सबसे उदास कविता. क्लियर हो गया? अब हम अगला सवाल देखेंगे. इनमें कौन सा नाटक भीष्मा साहनी कृत नहीं है? देखो, यहां सोचने का वक्त आ गया है, चिंतिക്കേണ്ട സമയമാണ്. इनमें कौन सा नाटक ഭീഷ്മാ സാഹനി കൃത് നഹി ഹെ? തന്നിട്ടുള്ളവയിൽ ഏതാണ് ഭീഷ്മാ സാഹിനിയുടെ നാടകമല്ലാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തന്നിട്ടുള്ളവയിൽ ഏതാണ് ഭീഷ്മാ സാഹിനിയുടെ നാടകമല്ലാത്തത്? अब हम ऑप्शन देखेंगे, विकल्प देखेंगे. पहला ऑप्शन है हानुष, दूसरा ऑप्शन बी है एक तारे की आंखें, ऑप्शन सी माधवी, ऑप्शन डी है आलमगीर. इसका करेक्ट आंसर एक तारे की आंखें. एक तारे की आंखें भीष्मा साहनी कृत नहीं है, वो भीष्मा साहनी का नहीं है. ओके, समझे? क्लियर हो गया? अब हम देखेंगे अगला सवाल. अंथायुग नाटक का रचनाकार कौन है? ऑप्शन ए सूर्यकांत त्रिपाठी निराला, ऑप्शन बी अमृत राय, ऑप्शन सी धर्मवीर भारती, ऑप्शन डी രാജേന്ദ്ര യാദവ്. അന്ധായുഗ് എന്ന നാടകത്തിൻ്റെ നാടകക്കാർ, നാടകകൃത്ത് ആരാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ധർമ്മവീർ ഭാരതിയാണ്. अंधायुग नाटक का नाटककार कौन है? धर्मवीर भारती. समझे? क्लियर हो गया? अब हम देखेंगे सातवां सवाल यह है, देवसेना नामक पात्र प्रसाद के किस नाटक में आती है?
ദേവസേന എന്ന കഥാപാത്രം, പാത്രം मतलब क्या है, कैरेक्टर, देवसेन എന്ന കഥാപാത്രം प्रसाद, प्रसाद मानी कौन है, जयशंकर प्रसाद, जयशंकर प्रसाद के किस नाटक में आते हैं? उसका आंसर विकल्प देखे, एक पहला विकल्प ऑप्शन ए चंद्रगुप्त, ऑप्शन बी ध्रुवसामिनी, ऑप्शन सी स्कंदगुप्त, ऑप्शन डी अजात शत्रु। इनमें से कौन सा होगा? देवसेना नामक पात्र प्रसाद के किस नाटक का है? आंसर क्या होगा? वो है स्कंदगुप्त। स्कंदगुप्त नामक नाटक का कथापात्र है, पात्र है देवसेना। क्लियर हो गया? सेट एग्जाम പാസ്സാകുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കോമ്പറ്റിറ്റീവ് ക്രാക്കേഴ്സ് സെറ്റ് അസ്ത്ര 2.1 എന്നൊരു കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. 90 ഡേയ്സ് ക്രാഷ് കോഴ്സാണ്, ആരംഭിച്ചു കഴിഞ്ഞു. സെറ്റ് പാസ്സാകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാഭിലാഷമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക, ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. ഇവിടെ ഇതിൻ്റെ CCയുടെ മറ്റ് ഫീച്ചേഴ്സ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, റെക്കോർഡഡ് ക്ലാസ്സസ്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, വീക്കിലി എക്സാംസ്, PDF നോട്ട്സ്, ഇതൊക്കെയാണ് CCയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. നഷ്ടപ്പെടുത്തരുത്, സമയം അതിക്രമിച്ചിട്ടില്ല. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എല്ലാവരുടെയും സ്വപ്നമായ സെറ്റ് എക്സാം, PGയോ BEഡോ മാത്രം കൊണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകനാകുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് സെറ്റ് എന്ന് പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകേണ്ടത് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് CCയിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നിരിക്കുകയാണ്. 8वां सवाल, അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ. 8वां सवाल कौन सा है? ऐतिहासिक नाटककार कौन है? ऐतिहासिक, व्हाट डू यू मीन बाय ऐतिहासिक? ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായ നാടകം എഴുതിയിട്ടുള്ള നാടകകൃത്ത് ആരാണ് എന്നാണ് ചോദ്യം. ऐतिहासिक नाटककार कौन है? अब देखिए 4 ऑप्शन है, 4 ऑप्शंस ഉണ്ട്. पहला ऑप्शन ए लक्ष्मण शास्त्री, बी गणेश शंकर, सी जगदीश चंद्र माथुर, डी पंडित गोविंद पंत. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ആണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മുടെ ചോദ്യം. ऐतिहासिक नाटककार ये है ഗണേശ് ചന്ദ്ര മാഥുർ. ऐतिहासिक नाटककार എന്ന പേരിൽ അറിയപ്പെടുന്നത്, ആ വിശേഷണം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ജഗദീഷ് ചന്ദ്ര മാഥുറിനാണ്. तो यह है जगदीश चंद्र माथुर हिंदी के ऐतिहासिक नाटककार है. क्लियर हो गया? अब हम लक्ष्मी का स्वागत एकांकी के रचनाकार कौन है? अभी तक हमने नाटक के बारे में डिस्कस किया है, अब तो एकांकी का बारी आ गया है. समझे? एकांकी और नाटक, इनमें कई फर्क है, लिटिल डिफरेंस है. ओके, लक्ष्मी का स्वागत एकांकी के रचनाकार कौन है? ലക്ഷ്മി കാ സ്വാഗത് എന്ന ഏകാംഗിയുടെ രചനാക്കാർ, ഏകാംഗിക്കാർ, അത് എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഉദയ് ശങ്കർ ഭട്ട്, ബാലകൃഷ്ണ ഭട്ട്, डॉक्टर नरेंद्र शर्मा, और ऑप्शन डी है उपेंद्र नाथ अश्क. आंसर यह है उपेंद्र नाथ अश्क. लक्ष्मी का स्वागत एकांकी का रचनाकार कौन है? उपेंद्र नाथ अश्क. उपेंद्र नाथ अश्क द्वारा लिखा गया नाटक है लक्ष्मी का स्वागत. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നാടകത്തെക്കുറിച്ചാണ്, ഇവിടെ പറയുന്നത് ഏകാംഗിയെക്കുറിച്ചാണ്. നാടകവും ഏകാംഗിയും തമ്മിൽ ഏകദേശം ഒന്ന് തന്നെയാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടകം വളരെ വിശാലമാണ്, അതിൻ്റെ കഥാഗതി വളരെ സ്ലോവിലാണ്, അഭിനേതാക്കൾ ഒത്തിരി പേരുണ്ടാകും. ഇത്രയുമാണ് നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഓർത്തിരിക്കാൻ പറ്റിയതുമായ ഭാഗങ്ങൾ. എന്നാൽ ഏകാംഗി അങ്ങനെയല്ല. ഏകാംഗി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, അഭിനേതാക്കൾ കുറവ്, പക്ഷേ നാടകത്തിൻ്റെ ഗതി വളരെ വേഗത്തിലായിരിക്കും. ഈ ഏകാംഗി നാടകത്തിൻ്റെ ഗതി വളരെ വേഗത്തിലായിരിക്കും. കഥാപാത്രങ്ങൾ കുറവായിരിക്കാം, പിന്നെന്താണ്, അതിന് വലിപ്പം കമ്പാരിറ്റീവ്ലി നാടകവുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറവായിരിക്കും.
ഇത് രണ്ടുമാണ് ഏകാംഗിയും നാടകവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഗല സവാൽ ഹേ പൃഥ്വിരാജ് കി ആംഖേം. പൃഥ്വിരാജ് കി ആംഖേ എവിടെ കേട്ടിട്ടുണ്ടല്ലേ പൃഥ്വിരാജിനെ കുറിച്ച്? അത് ഭക്തികാല സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പൃഥ്വിരാജ് കി ആംഖേം. പൃഥ്വിരാജ് കി ആംഖേ ഏകാംഗി കെ രചനാകാർ കോൻ ഹേ? പൃഥ്വിരാജിനെ കുറിച്ചല്ല, പൃഥ്വിരാജ് കി ആംഖേം എന്ന നാടകത്തിന്റെ രചനാക്കാർ, നാടകകൃത്ത് ആരാണ് എന്നാണ് ചോദ്യം. യഹാം ബി 4 ഓപ്ഷൻ ഹേ. ഓപ്ഷൻ എ ബാലകൃഷ്ണ ശർമ്മ, ബി ജയശങ്കർ പ്രസാദ്, बालकृष्ण भट्ट और डॉक्टर रामकुमार वर्मा. पहला है बालकृष्ण शर्मा, दूसरा है जयशंकर प्रसाद और तीसरा है बालकृष्ण भट्ट और डॉक्टर रामकुमार वर्मा. तो यहां चौथा ऑप्शन इज करेक्ट. ऑप्शन डी इज करेक्ट. डॉक्टर रामकुमार वर्मा. डॉक्टर रामकुमार वर्मा പൃഥ്വിരാജ് കി ആംഖേം നാമക് ഏകാംഗിക രചനാകാർ ഹെ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് 10ാമത്തെ ചോദ്യത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും അടുത്ത് തന്നെ കാണുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.